ഈശ്വരോ ഹല്ലേലൂയ. ഉടനെ തന്നെ വെഞ്ചരിപ്പും ഡെലിവറൻസ് പ്രയറുമാണ് നയിക്കുന്നത് ഫാദർ ജോസഫ് വയലുസിയുമായി ചാലൻ ടി വിയുടെ ചെയർമാനാണ്. നമുക്ക് ഈ പ്രാർത്ഥനയോട് സഹകരിക്കാം. സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് ഒരുക്കമായി നമുക്ക് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി അനുദപിച്ച് ഈശോയോട് മാപ്പ് ചോദിക്കാം. വിചാരം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉപേക്ഷകൾ കൊണ്ടും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഈശോയുടെ അടുത്ത് നിശബ്ദമായിട്ട് നമുക്ക് സമ്മതിക്കാം. ദൈവത്തെക്കാൾ ഉപരി നമ്മൾ മനുഷ്യരെ സ്നേഹിച്ച അവസരങ്ങളുണ്ട്, വികാരങ്ങളെ സ്നേഹിച്ച അവസരങ്ങളുണ്ട്, വസ്തുക്കളെ സ്നേഹിച്ച അവസരങ്ങളുണ്ട്. ചിലപ്പോഴെങ്കിലും പിശാചിനെ പോലും സ്നേഹിച്ച അവസരങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ച ഈശോയോട് മാപ്പ് ചോദിച്ച ശേഷം നമ്മൾ ഡെലിവറൻസ് ശുശ്രൂഷയിലേക്കും തുടർന്നുള്ള വെഞ്ചരിപ്പിലേക്കും കടക്കും. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെ മേൽ വിശുദ്ധ ജലം തളിക്കും. നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് നിശബ്ദതയിൽ നമ്മുടെ പാപങ്ങളോർത്ത് അനുദപിച്ചുകൊണ്ട് ഈശോയോട് മാപ്പ് ചോദിക്കാം. നിൻ്റെ ഹൃദയ വിചാരങ്ങൾ പോലും എനിക്കറിയാം എന്ന് പറഞ്ഞ ഈശോ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ ചൊല്ലുന്ന അനുതാപത്തിൻ്റെ ഒരു പ്രാർത്ഥന കേൾക്കും. ദൈവത്തിൻ്റെ കാതുകളിൽ അത് എത്തും. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ വിചാരം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉപേക്ഷകൾ കൊണ്ടുമെല്ലാം എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയ തെറ്റുകൾ ക്ഷമിക്കണമേ. ആ തെറ്റുകൾ എനിക്ക് ഒരു ദൈവാനുഗ്രഹത്തിന് തടസ്സമാകാതെ ഇതിനോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത്, അഥവാ ഇന്ന് ടെലിവിഷൻ സെറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് നമുക്കറിയാം. ദൈവാനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാണ്. ഇപ്പം നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അനുതാപത്തിൻ്റെ അഭാവം നമുക്ക് ദൈവാനുഗ്രഹത്തിന് രാത്രി തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ എൻ്റെ അനുതാപവും പ്രാർത്ഥനയും സ്വീകരിച്ച് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. പാപത്തിൻ്റെ കടങ്ങൾ ഇളച്ചു തരണമേ. പാപത്തിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയേക്കാൾ ഉപരി ഞാൻ സ്നേഹിച്ച വികാരങ്ങളുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയേക്കാൾ ഉപരി ഞാൻ സ്നേഹിച്ച വ്യക്തികളുണ്ടാകാം. അതിനേക്കാൾ ഉപരി ഇനി മുതൽ അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയേക്കാൾ ഉപരി ഞാൻ ഒരുപക്ഷെ ദുഷ്ടാരൂപികളെ സ്വാധീനത്തിൽ പെട്ടുപോയ അവസരങ്ങളുണ്ട്. കർത്താവെ, പൊറുക്കണമേ. അങ്ങയേക്കാൾ ഉപരി ഒന്നിനെയും സ്നേഹിക്കാതിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകിച്ച് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, എന്നെ സ്വാധീനിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും ഞാനിപ്പോൾ വെറുക്കുകയും യേശുവേ നിന്റെ നാമത്തിൽ അവയെ തള്ളിപ്പറയുകയും ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനയോടുകൂടി ഞാനിപ്പോൾ ഈ ഡെലിവറൻസ് പ്രാർത്ഥന ചൊല്ലുകയാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുക. സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനമായ നസറായനായ യേശുവിൻ്റെയും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലും നിത്യകനയായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും മറ്റു മാലാഖമാരുടെയും വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും മറ്റെല്ലാ അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥതയാലും എൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചു ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെയോ അവരുടെ കുടുംബങ്ങളെയോ ബന്ധുക്കളെയോ ഭവനങ്ങളെയോ വസ്തുവകളെയോ വാഹനങ്ങളെയോ യാത്രകളെയോ
ഉപദ്രവിക്കുന്ന അഥവാ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും ഞാനിപ്പോൾ ബന്ധിച്ച് യേശുവിൻ്റെ കുരിശു ചുവട്ടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങൾക്കുള്ളവരും നിങ്ങൾക്കുള്ളവയും വാഹനങ്ങളും യാത്രകളും എല്ലാം വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ സ്വാധീന ഫലമായി ഉണ്ടായ എല്ലാ രോഗങ്ങളിൽ നിന്നും യേശു നാമത്തിൽ നിങ്ങളെ ഞാൻ മോചിക്കുന്നു. തിന്മയുടെ ശക്തികളും സ്വാധീനങ്ങളും നിങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് നസറായനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങൾ, പാപബന്ധനങ്ങൾ, വെറുപ്പ്, വാശി, പക, തഴക്കദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമായ ദുഷ്ടാരൂപികളെ ഞാൻ ബന്ധിച്ച് പുറത്താക്കുന്നു. നിങ്ങളിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ഉണ്ടാകാവുന്ന ശാപത്തിന്റെ ബന്ധനങ്ങളെ യേശുനാമത്തിൽ ഞാനിപ്പോൾ അഴിക്കുന്നു. ഭയത്തിന്റെയും നിരാശയുടെയും ദുരാത്മാക്കളെ യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ആത്മഹത്യാ പ്രവണതമുണ്ടാക്കുന്ന ദുരാത്മാക്കളെ യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കലഹത്തിന്റെ ദുരാത്മാക്കളെ യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. മടിയുടെ ദുരാത്മാക്കളെ യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ദുശീലങ്ങളിലും തഴക്കദോഷങ്ങളിലും നമ്മളെ തളച്ചിടുന്ന ദുരാത്മാക്കളെ ബന്ധിച്ച് പുറത്താക്കുന്നു. ആത്മീയ ഉണർവിന് തടസ്സം നിൽക്കുന്ന ദുരാത്മാക്കളെ ബന്ധിച്ച് യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിന്റെ അത്ഭുതകരമായ ശക്തിയും വിടുതലും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്താൽ നിങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിന്റെ വിശുദ്ധ കുരിശ് കൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭവനങ്ങളും വസ്തുവകളും മുദ്രിതമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുത്ത് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജനം തളിക്കുകയും സ്തോത്രം. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലാഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലാഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. 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 ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഇരിക്കാം, സ്നേഹത്തോടെ ഇരിക്കാം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഒരു രാത്രി ഏറ്റവും അനുഗ്രഹപ്രദമായി തീരാൻ വേണ്ടി നല്ലവനായ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് അവിടുത്തെ ശക്തിയേറിയ സാന്നിധ്യം നമ്മുടെ വ്യക്തിജീവിതത്തിൽ കുടുംബത്തിൽ നിറയുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 37:4 വചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഈ വചനം ഒന്ന് പരസ്പരം ഏറ്റുപറയാം. അടുത്തിരിക്കുന്ന ആളുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ച് മുഖത്ത് നോക്കി കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഹല്ലേലൂയ പറയാ, ഹല്ലേലൂയ പോരാ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനത്തിന്റെ 51:9 ഇവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവിന്റെ ഭുജമേ നീ ഉണരുക, കർത്താവിന്റെ ഭുജമേ നീ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. കർത്താവ് ഈ രാത്രി വിളിക്കുക, കുടുംബമായി സമൂഹമായി വ്യക്തിപരമായി കർത്താവ് നമ്മെ വിളിക്കുക. എൻ്റെ കുഞ്ഞെ, നീ ഈ രാത്രി ഒന്ന് ഉണർന്ന് ശക്തി ധരിക്കണം. കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഉണർന്ന് ശക്തി ധരിക്കുമ്പോൾ അതിശയകരമായ ദൈവിക സാന്നിധ്യം, ദൈവിക വിടുതൽ, നാളുകളായി സാത്താൻ ബന്ധിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ആത്മശക്തി ഇറങ്ങുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. കരങ്ങളെടുത്ത് വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിന്റെ 52 അതിന്റെ 1-2 തിരുവചനത്തിൽ പ്രകാരം കർത്താവിന്റെ വചനം പറയുന്നു: സിയോനെ നീ ഉണർന്നെഴുന്നേൽക്ക്. വീണ്ടും വചനം പറയുക, നീ ഒന്ന് ഉണരുക. പ്രിയ ദൈവമക്കളെ, പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് പറയുകയാണ്: നീ ഒന്ന് ഉണരുക, ശക്തി ധരിക്കുക. വിശുദ്ധ നഗരമായ ജെറൂസലേമേ, എൻ്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. ദൈവജനത്തിനൊരു വസ്ത്രമുണ്ട്, അത് വിശുദ്ധിയുടെ വസ്ത്രമാണ്. വചനം നമ്മോട് സാക്ഷിക്കുന്നു, സ്തുതിയുടെ വസ്ത്രമുണ്ട്. സ്തുതിയുടെ മേലങ്കി അണിയണം. നിന്റെ തകർച്ചകളെ ഓർത്ത്, നിന്റെ പരാജയങ്ങളെ ഓർത്ത്, നിന്റെ കണ്ണുനീരുകളെ ഓർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടവനല്ല നീ ഉണർന്നു വരണം. കർത്താവിൻ്റെ ശക്തി ഈ രാത്രി നിന്നെ അതിന് സഹായിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു രഹസ്യം ഞാൻ ഈ രാത്രി നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇടപെടുവാൻ റെഡിയായി നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ അടുക്കലുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, വെള്ളോടിന്റെ സദൃശ്യമായ പാദങ്ങളുള്ളവൻ, മാലാഖമാർ അനവരതം വാഴ്ത്തുന്നവൻ, അവൻ നിന്റെ കൂടാരത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുടുംബ സാഹചര്യങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളിൽ ഈ രാത്രിയിൽ ഇറങ്ങും. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വാശി ഈ രാത്രിയിൽ വേണം. ഈ രാത്രിയിൽ നമ്മൾ കാഴ്ചക്കാരായല്ല, ആരാധിക്കുന്നു, ഒന്നിച്ച് ദൈവവചനം ശ്രമിക്കുന്നു, അതിശയകരമായ ദൈവശക്തി കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ നാളുകളായി ധാരാളം ആരാധനയിൽ പങ്കെടുത്തിട്ടുണ്ടാകാം. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദൈവിക ശക്തി ഈ ശാലോമിൻ്റെ ഈ നൈറ്റ് വിധിയിൽ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇറങ്ങാൻ സ്വർഗം പ്രസാദിച്ചിരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തൊട്ടടുക്കൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ അറിയുന്നവര്, പരിചയക്കാരൊക്കെ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ അടുക്കൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. ഈ രാത്രിയിൽ എളിമയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചു വരാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിന്റെ 30-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ജെറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ,
ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമല്ലും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ ദയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഈ രാത്രിയിൽ നിന്റെ കണ്ണീരിലേക്ക് ഇറങ്ങി വരുന്ന, നിന്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വരുന്ന, നിന്റെ കണ്ണീരൊപ്പുന്ന നാളുകളായി നിന്റെ കരച്ചിലിന്റെ പ്രതിവിധിയുമായി ഇന്ന് കടന്നു വരുന്ന ദൈവത്തെ ഈ രാത്രി നീ കണ്ടുമുട്ടാൻ സ്വർഗം ഇടയാക്കും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. ബെത്സയിദ കുളക്കരയിൽ 38 വർഷമായി സകലനാലും പരിത്യക്തനായ ഒരു മനുഷ്യൻ. 5:5 പറയുന്നു, അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിന്റെ തകർച്ച, നിന്റെ വ്യക്തിജീവിതത്തിന്റെ ശൂന്യത, നാളുകളായി നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങള്, പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം കൈവിടപ്പെട്ട രോഗത്തിന്റെ അനുഭവങ്ങള്, പ്രിയപ്പെട്ടവരെ, 38 വർഷമായി തളർവാദം പിടിപെട്ടവനെ, രോഗിയായിരുന്നവനെ യേശു കണ്ടു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മുടെ ബിസിനസ് തകർന്നിട്ടില്ല. നമ്മുടെ രോഗം അതിൽ തന്നെ മരണത്തിൽ അവസാനിക്കുന്നതല്ല. നമ്മുടെ കണ്ണുനീരിൽ അതിൽ അവസാനിക്കുന്നതല്ല. അതിനെല്ലാം പ്രതിവിധി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. കരമുയർത്തുന്നത് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വായി തുറന്ന് വിളിക്കാമോ? യേശുവേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 18:10 കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറും. ഈ രാത്രിയിൽ ആരൊക്കെ യേശുവിന്റെ നാമത്തിനുള്ളിലേക്ക് തങ്ങളുടെ ജീവനും ജീവിതവും പ്രതീക്ഷയുമെല്ലാം വെക്കുന്നു, അവൻ സുരക്ഷിതനായിരിക്കും. അവൻ്റെ കുടുംബം, അവൻ്റെ സമൂഹം, അവൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കുമെന്ന് ദൈവവചനം ഉറപ്പ് നൽകുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട, നമ്മെ തന്നെ മറക്കണം. കണ്ണുകളൊന്ന് അടച്ചേ. നിങ്ങൾ കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം. ആരാധനയിൽ പരമപരിശുദ്ധൻ ഇറങ്ങി വരും. അവൻ്റെ സാന്നിധ്യം നിന്നെ മൂടും. നിന്റെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരമായി തീരും. പ്രിയപ്പെട്ടവർ, 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്താമോ? 2 കരങ്ങളും ഉയർത്തി. മൈക്കല്ല സ്തുതിക്കേണ്ടത്, നിങ്ങളൊന്ന് വായ് തുറന്ന് കർത്താവിനെ സ്വന്തമായി സ്തുതിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ. വായ് തുറന്ന് പോരാ, അല്പം കൂടി വായ് തുറന്ന്, അല്പം കൂടി വായ് തുറന്ന്, ശക്തിയോടെ വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി നിറയട്ടെ. വായ് തുറന്നു, അകരം തുറന്നു, സ്വരം ഉയർത്തിക്കോ. വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. ആരാധന, 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 ആരാധന. പോരാ, വായ് തുറന്ന്, വായ് തുറന്ന്. ആരാധന, 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 ആരാധന. ബത്സയിദ കുളക്കരയിലെ രോഗി പോ, കണ്ണുകളടച്ച് ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. കരമുയർത്തി, സ്വർഗത്തിലേക്ക് ഉയർത്തി. എന്റെ മോചക, ഹൃദയം നൊന്ത് വിളിക്കാം. ബത്സയിദ കുളക്കരയിലെ രോഗി പോ, ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. എന്റെ മോചക. എല്ലാം മറക്കുകയാണ്. കരങ്ങളടിച്ച്, നന്നായി കരങ്ങളടിച്ച് ആനന്ദിച്ച് കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നവരെ നമ്മൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും കരം നന്നായി ഉയർത്തിയടിക്കാം. കരങ്ങൾ താഴ്ത്തി. യേശുനാമം എന്റെ ആശ്രയം, ആശയറ്റ നേരം എന്റെ ആശ്വാസം, നിന്റെ
വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമം എൻ്റെ ആശ്രയം, ആശ്രയറ്റ നേരം എൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. കരമുയർത്തിയടിക്കാമോ? ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. രണ്ട് കരമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ, സ്വരമുയർത്തി വിളിച്ചേ, വിളിക്കുക, ഹൃദയം തുറന്ന് വിളിക്കുക. ദൈവശക്തി ഇറങ്ങുന്നു, ദൈവകൃപ ഇറങ്ങുന്നു, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, അന്ധകാരങ്ങൾ അകലുന്നു. കരങ്ങളടിച്ച് ആയിരങ്ങൾക്കിടയിലാ ഒന്ന് ചലിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ ചലിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ യേശുവേ എന്റെ മോചക. ഓഹോ ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ യേശുവേ എന്റെ മോചക. രണ്ട് കരമുയർത്തി വിളിച്ചേ, യേശുവേ വിളിച്ചേ, ശക്തിയോടെ. ഓ ശക്തി ഇറങ്ങുന്നു, യേശുനാമത്തില് വിടുതലുണ്ടാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ക്ഷീണങ്ങൾ മാറുന്നു. പല 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 ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണീരൊപ്പുന്ന കരം നീട്ടപ്പെടുന്നു. വീണ്ടും കരമടിച്ച് ആനന്ദിച്ച് ആനന്ദിച്ച് എല്ലാം മറന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് ചലിച്ചുകൊണ്ട്, ദയവായി ചലിച്ചുകൊണ്ട് ചാട്ടവാറു കൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. ചാട്ടവാറു കൊണ്ട് പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അതു ശക്തിയായിരുന്നു, അവൻ എന്റെ കോപം തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അതു ശക്തിയായിരുന്നു, അവൻ എന്റെ കോപം തീയണച്ചു ശരിയല്ലേ? നിന്നു. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. ഓഹോ ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ യേശുവേ എന്റെ മോചക. ഓഹോ ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു,
വൈകല്ലേ ദൈവശക്തി നിറയുന്നു, ദൈവശക്തി നിറയുന്നു, ദൈവശക്തി നിറയുന്നു, ദൈവശക്തി നിറയുന്നു. രണ്ട് കരവും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ, രണ്ട് കരവും ഉയർത്തിക്കോ. കുടുംബമായി വിളിച്ചോ, വിളിച്ചോ. യേശുവേ, വായ് തുറന്ന് വിളിക്കട്ടെ, വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന്. യേശുവിനെ വിളിച്ചോ. അന്ധകാരം അകലുന്നു, അന്ധകാരം മാറിപ്പോകുന്നു. ദൈവശക്തിയാൽ കുടുംബങ്ങൾ നിറയുന്നു. രോഗങ്ങളുടെ ദൈവശക്തി നിറയുന്നു. കിടപ്പ് രോഗങ്ങളുടെ ദൈവശക്തി നിറയുന്നു. ദൈവത്തിന്റെ കുടുംബങ്ങൾ ഇറങ്ങുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിർത്തരുത്, നിർത്തരുത്. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവിന്റെ മഹനീയ സാന്നിധ്യം ഇതാ സൗഖ്യമായി, അനുഗ്രഹമായി, കൃപയായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും നിറഞ്ഞു കവിയട്ടെ. കണ്ണുകൾ അടച്ച് കർത്താവിന്റെ മഹനീയ സാന്നിധ്യം നിറയുന്നത് ഏറ്റെടുക്കുക, അനുഭവിക്കുക. പത്മോസ് ദ്വീപിലകപ്പെട്ട വിശുദ്ധ യോഹന്നാൻ അവൻ മഹത്വത്തിന്റെ ദൈവത്തെ കണ്ടു. കർത്താവിന്റെ സ്വരം കേട്ടപ്പോൾ എൻ്റെ പിന്നിൽ നിന്ന് കേട്ട സ്വരം തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയെന്ന് വചനം രേഖപ്പെടുത്തി വെക്കുകയാണ്. അവൻ കാണുകയാണ് 7 ദീപപീഠങ്ങളുടെ മധ്യേ മഹത്വത്തിന്റെ ദൈവത്തെ അവൻ കാണുകയാണ്. ദൈവ സാന്നിധ്യം കൊണ്ട് അവൻ നിറഞ്ഞു. യോഹന്നാൻ ഇപ്രകാരം കേട്ടു, ദൈവസ്വരം കേട്ടു, യോഹന്നാൻ, യോഹന്നാൻ, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഈ രാത്രി ഓരോ കുടുംബത്തെ നോക്കി, ഓരോ വ്യക്തി ജീവിതത്തെ നോക്കി ആ ദൈവ സാന്നിധ്യം ഇതാ മന്ത്രിക്കുന്നു. എന്റെ കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. സീനായിൽ ഇറങ്ങിയതേ ദൈവ സാന്നിധ്യം. വചനം പറയുന്നു, സീനായി മല പോലും വിറകൊണ്ടു അവന്റെ സാന്നിധ്യത്താൽ. ദൈവത്തെ, വലിയവനായ ദൈവത്തെ ഇസ്രായേൽ ജനത ദർശിച്ചു. അവന്റെ സ്വരം അവർ കേട്ടു. അതേ ദൈവ സാന്നിധ്യം ഇതാ നിന്റെ കുടുംബത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്റെ രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്റെ തകർന്ന കുടുംബജീവിതത്തിന്റെ തലങ്ങളിൽ, നിന്റെ പരാജയപ്പെട്ട ബിസിനസിന്റെ തലങ്ങളിൽ ഇതാ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ചേർന്ന് ആരാധിക്കാം. രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താമോ? മാലാഖമാർ ആരാധിക്കുന്ന പരമപരിശുദ്ധനിതാ വലിയ മഹത്വത്തോടെ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു, ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യേശുവേ എന്നൊന്ന് വായി തുറന്ന് വിളിച്ചേ, എല്ലാവരും വിളിച്ചേ, എല്ലാവരും വിളിച്ചേ ശക്തിയോടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് മാലാഖമാർ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം ഇതാ നമ്മുടെ അടുക്കൽ ചേർന്ന് ആരാധിക്കാം. പത്മോസിലിറങ്ങിയ ദൈവ സാന്നിധ്യം എനിക്കായി വെളിപ്പെടുമേ. ആമേൻ, ആമേൻ. സീനായിലിറങ്ങിയ ദൈവ സാന്നിധ്യം എനിക്കായി വെളിപ്പെടുമേ. പത്മോസിലിറങ്ങിയ ദൈവ സാന്നിധ്യം എനിക്കായി വെളിപ്പെടുമേ. സീനായിലിറങ്ങിയ ദൈവ സാന്നിധ്യം എനിക്കായി വെളിപ്പെടുമേ. ആ തിരുസാന്നിധ്യത്തിൽ മറയുന്ന നേരം ഞാനേകനല്ലിഹത്തിൽ. ആ തിരുസാന്നിധ്യത്തിൽ മറയുന്ന നേരം കാണുന്നൻ രാജാവിനെ. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധൻ നീ
കരങ്ങൾ ചലിപ്പിച്ച് ദൂതന്മാർ വാഴ്ത്തും കുഞ്ഞാടു നീ. ആരാധിക്കാം. ആദ്യനും നീ, അന്ത്യനും നീ, രാജാധിരാജാവും കർത്താവും നീ. വീണ്ടും ആരാധിക്കുന്നു. പരിശുദ്ധൻ നീ, മാലാഖമാരോട് ചേർന്ന്, പരിശുദ്ധൻ നീ. വിശുദ്ധരോട് ചേർന്ന് ദൂതന്മാർ വാഴ്ത്തും കുഞ്ഞാടു നീ. വീണ്ടും ഒരിക്കൽ കൂടി ആദ്യനും നീ, അന്ത്യനും നീ, രാജാധിരാജാവും കർത്താവും നീ. ഹല്ലേലൂയ, കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെയും ഉയർത്തി സ്വതന്ത്രമായി യേശുവേ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിറയട്ടെ. സീനായിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആഴിയിലൂടെ നീ കടന്നു പോയാലും നിന്നെ കരുതുന്ന, ആഴിയിൽ നീ മുങ്ങാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമതാ ഈ രാത്രി നിന്റെ അടുക്കല് തീച്ചൂളയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യമിതാ നിന്റെ തൊട്ടടുക്കല്. ആ കർത്താവിന്റെ സാന്നിധ്യം, ആ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ നിറയട്ടെ. രണ്ട് കരങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീണ്ടും ആ സാന്നിധ്യം നിറയാൻ ആഗ്രഹിക്കാം. ആഴിതന്നാഴത്തിൽ വീണുപോയാലും നിൻ സാന്നിധ്യം മതിയെന്നുമേ. തീച്ചൂളയിൽ മധ്യേ വീണുവെന്നാലും നിൻ സാന്നിധ്യം മതിയെന്നുമേ. ആഴിതന്നാഴത്തിൽ വീണുനിന്നാലും നിൻ സാന്നിധ്യം മതിയെന്നുമേ. തീച്ചൂളയിൽ മധ്യേ വീണുനിന്നാലും നിൻ സാന്നിധ്യം മതിയെന്നുമേ. ആ തിരുസാന്നിധ്യത്തിൽ മറയുന്ന നേരം ആഴിയിൽ യേശുവുണ്ട്. ആ തിരുസാന്നിധ്യത്തിൽ മറയുന്ന നേരം അഗ്നിയിൽ യേശുവുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, മാലാഖമാരോട് ചേർന്ന് വാഴും കുഞ്ഞാടും കരങ്ങൾ ചലിപ്പിച്ച് ആദ്യനും നീ, അന്ത്യനും നീ, രാജാധിരാജാവും കർത്താവും നീ. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, ദൂതന്മാർ വാഴ്ത്തും കുഞ്ഞാടു നീ. ആദ്യനും നീ, അന്ത്യനും നീ, അന്ത്യനും നീ, രാജാധിരാജാവും കർത്താവും നീ. പരിശുദ്ധൻ നീ, വായി തുറന്ന് പരിശുദ്ധൻ നീ, ദൂതന്മാർ വാഴ്ത്തും കുഞ്ഞാടു നീ. ആദ്യനും നീ, അന്ത്യനും നീ, അന്ത്യനും നീ, രാജാധിരാജാവും കർത്താവും നീ. ഹല്ലേലൂയ, കരങ്ങൾ ചലിപ്പിച്ച് ദൈവ സാന്നിധ്യം ഇതാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് നിറഞ്ഞ ദൈവ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ ഏത് പ്രതിസന്ധി ആണോ നമ്മളെ ഏറ്റവും അധികമായി ഭയപ്പെടുത്തുന്ന ആ തലങ്ങളിലേക്ക് ഈ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആഗ്രഹിച്ച് 84-ാം സങ്കീർത്തനം 5-ാം തിരുവചനം പറയുന്നു, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. കർത്താവ്, ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം നൽകാൻ തിരുമനസ്സായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. 2 കരങ്ങൾ ഉയർത്താമോ? സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആരാധിക്കാമോ? യേശുവേ, അത്ഭുത ശക്തിയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്റെ മഹത്വം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറച്ചനായി, ഞങ്ങളുടെ ദുർബല ജീവിതങ്ങളെ അവിടുത്തെ മഹത്വത്താൽ നിറച്ചനായി നന്ദി പറയുന്നു. നിന്റെ അത്ഭുത സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാന്നിധ്യം മതി, 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് സാന്നിധ്യം മതി, വലിയ ആഗ്രഹത്തോടെ ഈശോയെ നോക്കി പറയുകയാണ്, നാഥാ നിൻ സാന്നിധ്യം മതി, ഹൃദയം മുരുകിയൊന്ന് പ്രാർത്ഥിക്കാം. സാന്നിധ്യം മതി. ഈ രാത്രിയിൽ മറ്റൊന്നും ഞാൻ തേടുന്നില്ല കർത്താവേ, നിന്റെ പരിശുദ്ധമായ സാന്നിധ്യം മതി, അങ്ങയുടെ അഗ്നി പോലെ എരിയുന്നുള്ള സാന്നിധ്യം എന്നെ നിറയണം കർത്താവേ. സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി. ഉള്ള കർത്താവിനെ സമർപ്പിക്കുക, ജീവിതം സമർപ്പിക്കുക, സാന്നിധ്യം മതി, പൂർണ്ണമായി തമ്പുരാന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, എൻ്റെ ആബായേ, നിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ, നിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ മൂടി മറയ്ക്കണമേ കർത്താവേ. 2 കരങ്ങളും ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. പ്രിയമുള്ളവരെ, അവന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിന്റെ ചിറകിൻ കീഴിൽ നമ്മുടെ ജീവിതത്തെ അവൻ മറയ്ക്കുക. ആദരം തുറന്ന് ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. യേശുവേ, എന്റെ യേശുവേ, യേശുവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സാന്നിധ്യം മതി, ഹൃദയം ദൈവത്തോട് സംസാരിക്കും. സാന്നിധ്യം മതി, മതി കർത്താവേ, നിന്റെ സാന്നിധ്യം മതി അപ്പാ, മതി, അപ്പായേ, നിന്റെ സാന്നിധ്യം മതി എനിക്ക്. സാന്നിധ്യം മതി, ഈശോയേ, 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 സാന്നിധ്യം സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണം കർത്താവേ. മോശയോട് അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം അരുളുകയും ചെയ്യും. യേശുവേ, യേശുവേ, നിന്റെ സാന്നിധ്യം വേണം, സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം എന്നെ മുമ്പോട്ട് നയിക്കണം കർത്താവേ. ഞാനോ ദുർബലൻ, നിന്റെ സാന്നിധ്യം എനിക്ക് കൂടിയേ തീരൂ. ശിവേ, ശിവേ, നിന്റെ സാന്നിധ്യമായ ആത്മാവിനെ ചൊരിയണമേ, പരിശുദ്ധാത്മശക്തി എന്നിലേക്ക് അയക്കണമേ കർത്താവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഹൃദയപൂർവം ഒന്ന് ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അവിടെ നിന്നിലേക്ക് എഴുന്നള്ളി വരണമേ. യേശു സാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കുവാൻ, ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ പരിശുദ്ധാത്മാവേ അവിടെ നിന്നിൽ വന്ന് നിറയണമേ. നിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു,
ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ആത്മാവാം ദൈവമേ വരണേ, ജീവിതം വിട്ടുകൊടുത്ത് എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ആത്മാവേ സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, പരിശുദ്ധാത്മാവേ സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ ആത്മാവാം ദൈവമേ വരണേ, ആത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഇടസാന്നിധ്യത്തിനായി കൂടെ ചരിക്കുന്നതിനായി നിനക്ക് നന്ദി. ഉള്ളതുവരെ മുഴുത്തി ഒരു ഹല്ലേലൂയ ജീവനോടെ പറയാമോ? കരങ്ങൾ വീശി എന്ന് പറയാം, ഹല്ലേലൂയ, ശക്തിയോടെന്ന് പറയാം, ഹല്ലേലൂയ, അഭിഷേകത്തോടെന്ന് പറയാം. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അബ്രാമിനോട് കർത്താവ് അരുളി ചെയ്യുകയാണ്, നീ നിന്റെ ദേശത്തെയും ഋതുഭവനത്തെയും ബന്ധുജനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകുക, നിന്നെ ഞാൻ ഒരനുഗ്രഹമാക്കി മാറ്റാം. ഹല്ലേലൂയ. അബ്രാമിനോട് ദൈവം എന്താണ് പറയുക? ഞാൻ പറയുന്നത് കേട്ട് ഋതുഭവനം, ബന്ധുജനം, സ്വന്തക്കാര് ഇവരെയൊക്കെ വിട്ടിട്ട് ഒരു ദേശത്തേക്ക് പോകുക, നിന്നെ ഞാൻ ഒരനുഗ്രഹമാക്കി മാറ്റാം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. വലതുകരുതെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കാണുക. 115-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം ഒന്ന് പിടിക്കാമോ? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം ഒന്ന് പിടിച്ച് ഒരഭിഷേകത്തോടെ ആ വ്യക്തിയോടൊന്ന് പറയാണ്, കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട്, കർത്താവിന് നിന്നെക്കുറിച്ച് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നമ്മൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 50-ാം തിരുവചനം എത്തുമ്പോൾ വചനത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ അവരെ ബദാനി അവരെ കൂട്ടിക്കൊണ്ടുപോയി, കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ 3 വചനഭാഗങ്ങളൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ വിശുദ്ധ വേദ പുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുഖമാണ് വിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് പിന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടാത്തത്? ദൈവം പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അവൻ കരമുയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ അപ്പോസ്തലന്മാരെ ഒരു ഇന്റർവ്യൂ നടത്തി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവസാനമായി ഈ ലോകത്തിൽ വെച്ച് യേശു ക്രിസ്തു ചെയ്ത ഒരു പ്രവൃത്തി നിങ്ങൾ അവസാനമായി കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയും, ഞങ്ങളുടെ നേരെ അവൻ കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് അവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. അവരോട് നമ്മൾ വീണ്ടും ചോദിക്കുക, ആ കരം ഉയർന്നു തന്നെയാണോ നിന്നത്? ആ കരം താന്നു പോയിട്ടുണ്ടോ? അവർ ഒന്നൊരേ ശബ്ദത്തിൽ പറയും, ഇല്ല സഹോദരങ്ങളെ, യേശു ക്രിസ്തു അനുഗ്രഹിക്കുവാൻ ഉയർത്തിയ കരം താന്നിട്ടില്ല എന്ന
അവർ വ്യക്തമാക്കും. ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഓർക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതുള്ള കരം എന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ പ്രശ്നങ്ങളുടെ മേൽ ഒരു ദൈവശക്തി അയക്കുവാൻ അവൻ്റെ കരം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. വലത് കരപ്പെടുത്തി ഒന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതവും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമോ നമ്മുടെയൊക്കെ ജീവിതം നാം ആഗ്രഹിച്ചതുപോലെ, ദൈവം ആഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെടാത്തത്? പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ ആരുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തത്. ദൈവം അനുഗ്രഹിക്കുന്നതേയും അതിനൊരു യാതൊരു മാറ്റവുമില്ല. ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ രാവിൽ ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതം ദൈവബുദ്ധിന് മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ടോ? അനുഗ്രഹത്തെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ഒരുക്കാതെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമല്ല. വലതെടുത്തെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുകയാണ്. ഗനേസർ തടാക തീരത്തേക്ക് യേശു നടന്നു വരിക. വലിയൊരു ജനാവലി അവൻ്റെ വരവറിഞ്ഞ് അവനെ ശ്രമിക്കുവാൻ, അവനെന്നുള്ള അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ അവരെല്ലാവരും അവൻ്റെ ചുറ്റും തിരക്കി യേശുവിനെ ഉന്തി തള്ളി അവർ കൊണ്ടുവരുന്നത്. കർത്താവിന് ഈ ജനത്തോടൊന്ന് സംസാരിക്കണം. അവരുടെ ജീവിതത്തിലേക്ക് യേശുവിന് തൻ്റെ വചനമൊന്ന് പങ്കുവെക്കണം. അവർക്ക് ആവശ്യമായ സൗഖ്യം, വിമോചനം, വിടുതൽ ഇതൊക്കെ നൽകുവാനാണ് ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകത്തോടുകൂടി ദൈവജനത്തിൻ്റെ കിടക്കുവാനിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിന് അവരുടെ മുഖമൊന്ന് കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കുവാൻ ഒരു ഉയർന്ന വേദി ആവശ്യമാണ്. നടന്നു വരുന്ന ക്രിസ്തു ദൂരെ വെച്ച് തന്നെ കണ്ടു, ഇതാ കടൽ തീരത്തോട് ചേർത്ത് നിർത്തിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് വെച്ചിരിക്കുന്ന 2 വള്ളങ്ങൾ. ഈ 2 വള്ളങ്ങൾ കരയോട് ചേർന്ന് കിടപ്പുണ്ട്. യേശുവിൻ്റെ കണ്ണിലുടക്കിയ കാഴ്ച ഇതാണ്. ഒരു വള്ളത്തിൽ നിന്ന് മീൻപിടുത്തം കഴിഞ്ഞ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചതിൻ്റെ ക്ഷീണമായി വന്ന മുക്കുവൻ അവൻ ഇറങ്ങി നിന്ന് തൻ്റെ വല കഴുകിക്കൊണ്ടിരിക്കുക. ദൂരെ വെച്ച് തന്നെ കർത്താവ് അവനെ കണ്ടു. അവൻ ആ വള്ളത്തിൻ്റെ അടുത്തേക്ക് വന്നു. അവർ ചോദിച്ചു, നിന്റെ വള്ളം എനിക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ഇന്ന് കടലിലേക്ക് ഇറക്കാമോ? പ്രിയമുള്ളവരെ, ദൈവം ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ചോദിക്കും, ആർക്കൊക്കെ എന്നോട് ചേർന്ന് എൻ്റെ അനുഗ്രഹത്തിനായി, എൻ്റെ കൃപയുടെ വഴിയിലേക്കായി നിന്റെ കെട്ടിയിട്ടിരിക്കുന്ന ജീവിത തോണി ഒന്ന് കയറടിച്ച് നിനക്ക് ഒരു തുഴ മുമ്പോട്ടൊന്ന് പിടിക്കാമോ? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ ആരംഭം കുറുക്കി. അവിടെയാണ് പത്രോസ് ആ തോണിയിൽ നിറങ്ങി, അവൻ്റെ തൊഴിലവൻ നിർത്തി, അവൻ ആ തോണിയിലേക്ക് കയറി, അത് വീണ്ടും കടലിലേക്ക് ഇറക്കിയ. പ്രിയപ്പെട്ടവരെ, യേശു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 5-ന്റെ 2 വചനം പറയാണ്, അവൻ വല കഴുകിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട കർത്താവിന് ഒത്തിരി സന്തോഷമാണ്. തൻ്റെ വല മനോഹരമായ വിശുദ്ധിയുള്ള ഒരു വലയായി കാത്തു സൂക്ഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന പത്രോസ്. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ സ്വർഗത്തിൻ്റെ ദൈവം നോക്കുക, നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വലക്കണ്ണികളിൽ എവിടെയെങ്കിലും മുടക്കി നിൽക്കുന്ന പാപത്തിൻ്റെ അശുദ്ധിയുടെയോ മാലിന്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ പ്രിയരെ, അതെടുത്ത് കളയുന്നിടത്താണ് യേശു നിന്റെ ജീവിത തോണിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വലതെഴുത്തെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ വല കഴുകിയാണ്, അവൻ വല കഴുകിക്കൊണ്ടിരിക്കുക. യേശുവിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച. അവൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയെ. കാരണം ഇവൻ അരസനല്ല, അത് പത്രോസിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, അവൻ ഒരു കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധി അവനുണ്ട്, അവൻ്റെ വല പരിശുദ്ധമായിരിക്കണം. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കുമ്പോൾ ഈ രാവിലെ ഹൃദയത്തിലേക്ക് നോക്കണമേ. എവിടെയെങ്കിലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ തക്ക വിധം അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും അശുദ്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ വലക്കണ്ണുകളിൽ അങ്ങനെയുണ്ടോ? ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ ഒരു കൺവെൻഷൻ്റെ ഇടയിൽ, ശാലോമിൻ്റെ ഒരു കൺവെൻഷൻ്റെ ഇടയിൽ ഒരു കുടുംബം കാണുവാൻ വന്നു.
അവർ പ്രാർത്ഥിക്കുവാൻ വന്നപ്പോൾ പറഞ്ഞ വിഷയം ഇതാണ്: 18 വർഷമായി വാടക വീട്ടിൽ, പണം ബാങ്കിൽ കിടക്കുക, ആ നഗരം മുഴുവൻ അവർ അലഞ്ഞു തിരിഞ്ഞു, ഇനിയും അവർക്കൊരു പുതിയ ഭവനം കിട്ടിയിട്ടില്ല. അവർക്കൊരു ഭവനം കിട്ടുക 18 വർഷമായി മാറി മാറി വാടക വീടിൽ ആ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം ആ കുടുംബാംഗങ്ങളെല്ലാം കൂടെ വന്നു. അവർ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന വേളകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു കാര്യം കാണിച്ചു. 18 വർഷമായി അവർ ഭാര്യാഭർത്തൃ ബന്ധം തകർന്നാണ് ജീവിക്കുന്നത്. പരസ്പരം ഒരു വാക്ക് സംസാരമില്ല. ഒരു ഭവനത്തിൽ തന്നെ 2 മുറിയിലാണ് വസിക്കുന്നത്. ഈ 18 വർഷവും ചെല്ലാത്ത പ്രാർത്ഥനകളില്ല, നടത്താത്ത ആത്മീയ യുദ്ധങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് പ്രശ്നം നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തത്, മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വന്തമാക്കുവാൻ പറ്റാത്ത വിധം എവിടെയെങ്കിലും ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ? ചിന്തിക്കണം. ഏറ്റവും അടുത്തൊരു ബന്ധമാ ഭാര്യാഭർത്തൃ ബന്ധം. എന്നാൽ 18 വർഷമായി അവർ വെറുപ്പിലും വിദ്വേഷത്തിലുമാണ്. ഒരു സംസാരമില്ല, പരസ്പരം ഒരു ബന്ധമില്ല. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം കൊടുത്തപ്പോൾ അവർ പരസ്പര ക്ഷമ ചോദിച്ച് വീണ്ടും ആ സ്നേഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അവർക്ക് മനോഹരമായ ഒരു വീട് നൽകി അനുഗ്രഹിച്ചു. വലതുകരടുത്തൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വലക്കണ്ണികൾ അറ്റുപോയിട്ടുണ്ടോ? ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയുള്ളതാ? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? മക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? എവിടെയെല്ലാം നിന്റെ ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നഷ്ടപ്പെട്ട ബന്ധത്തെ വീണ്ടും ഒന്ന് പുനഃസ്ഥാപിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ തോണിയിലേക്ക് കയറി കർത്താവ് നിന്റെ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും തകർന്നു നിൽക്കുന്ന ബിസിനസ് മേഖലയിലേക്കും പരാജയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ സംഭവങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്കും യേശുവിനെ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ വീണ്ടും ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ അവിടത്തേക്ക് സാധിക്കും. വിശ്വസിച്ച് വലതുകരത്തിൽ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ബന്ധങ്ങളെ തകർക്കുന്നവനല്ല, ബന്ധങ്ങളെ മാനിക്കുന്ന ദൈവം. വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസേ, നീ ആഴങ്ങളിലേക്ക് വലയിറക്ക്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്തിനാ വലയിറക്കുന്നത്? കഴിഞ്ഞ രാത്രി എൻ്റെ കൺമുമ്പിലുണ്ട്. കൂരിരുൾ കൊണ്ട് തന്നെ വലയം ചെയ്തൊരു രാത്രി. പത്രോസിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കുടുകുടാ ഒഴുകിയ. കാരണം കഴിഞ്ഞ രാത്രി മുഴുവൻ ആ കടലിൽ കിടന്ന് ഇളകിമറിഞ്ഞ് അവൻ ആ രാത്രി മുഴുവൻ ഇളകിമറിയുന്ന കടലിൽ കിടന്ന് അധ്വാനിച്ചിട്ട് അവൻ്റെ വലയിൽ, പ്രിയമുള്ളവര്, ഒരു മീൻ കുഞ്ഞു പോലും ആ രാത്രിയിൽ കയറിയിട്ടില്ല. അവൻ്റെ മനസ്സൊത്തിരി അസ്വസ്ഥമാണ്. കാരണം തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ കുടുംബത്തിൽ അവൻ്റെ പ്രിയപ്പെട്ട പങ്കാളി കാത്തിരിക്കുക. ഈ മീൻ വിറ്റിട്ട് വേണം അന്നത്തെ വക കണ്ടെത്തുവാൻ, ജീവിതം മുമ്പോട്ടൊന്ന് തള്ളി നീക്കുവാൻ. അന്ന് അവൻ്റെ കുടുംബം പട്ടിണിയാ. അവൻ്റെ ഭാര്യയുടെ വിഷമിക്കുന്ന മുഖമാകാം, അവനെ ആശ്രയിക്കുന്ന കുടുംബാംഗങ്ങളുടെ മുഖമാണ് പത്രോസിന്റെ കൺമുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ രാത്രി ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ അവൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്യാം. പ്രിയമുള്ളവരെ, യേശു അവൻ്റെ തോണിയിൽ പ്രവേശിച്ചപ്പോൾ കടല് പഴയത് കടല് തന്നെ, വല പഴയ വല തന്നെ, തോണിയും പഴയ തോണി തന്നെ, പത്രോസും പഴയ പത്രോസ് തന്നെ. കടലിലെ മത്സ്യങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല, സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. അവിടെ എന്താണ് മാറിയത്? ഒരു മാറ്റം അവിടെ സംഭവിച്ചു. അവൻ്റെ കൂടെ ആരുണ്ട്? പത്രോസിൻ്റെ കൂടെ ആരുണ്ട്? യേശുവുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ നമ്മൾ ഈ രാത്രിയിൽ ഓർമ്മപ്പെടുത്തുക, നിന്റെ കൂടെ യേശുവുണ്ടോ? നിന്റെ കൂടെ യേശുവുണ്ടോ? യേശു നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കണം. ജീവിതത്തിന്റെ ഓരോ നിമിഷവും യേശുവിനെ കൈമോശം വരാനുള്ളൊരു സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. നമ്മളെക്കാൾ എത്ര വിശുദ്ധയായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്, വിശുദ്ധ യേശു പിതാവ്. അവർക്ക് യേശുവിനെ കൈമോശം വന്നാൽ, എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ പ്രിയ സഹോദര സഹോദരി, ഈ രാത്രിയിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, യേശുവിനെ കൈമോശം വരുവാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഇതൊരു സത്യമാണ്.
വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തിയ അതൊരു സാധ്യതയാണ്, അതൊരു സത്യമാണ്. അതുകൊണ്ട് നീ ക്രിസ്തുവിനെ കുറെ കൂടെ ഗൗരവമായിട്ട് എടുക്കണം. യേശുവിനെ കൂടുതൽ ഗൗരവമായിട്ട് അനുധാവനം ചെയ്യണം. പ്രിയമുള്ളവരെ, അവന് കൂടെയുണ്ട് എന്നുറപ്പുണ്ട് വരുത്തണം. എപ്പോഴും നമ്മുടെ ജീവിത തോണി നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. യേശു നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്. വലതെഴുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. യേശു ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി ചെന്നു. യേശു അവിടെ ചെന്നത് പറഞ്ഞു, ആ കല്ലൊന്ന് എടുത്തു മാറ്റുക. ഞാൻ ചോദിക്കട്ടെയോ, മരിച്ച കിടക്കുന്ന ഒരു മനുഷ്യനോട് ജീവനോടെ പുറത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നതോ മുമ്പിലിരിക്കുന്ന കല്ല് മാറുക എന്ന് പറയുന്നത് ഏതാണ് എളുപ്പം? നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ കല്ല് മാറുക എന്നുള്ളതാ, അല്ലേ? ഒരു കല്ല് മാറുക എന്നുള്ളതാ. അതിലും വലിയൊരു കാര്യമായി യേശു ചെയ്യാൻ പോകുന്നു. പക്ഷേ യേശു പറഞ്ഞു, ആ കല്ല് നിങ്ങൾ എടുത്തു മാറ്റുക. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന് വിഘാതമായി നിൽക്കുന്ന ചില കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ചില കല്ലുകൾ ഉണ്ടാകാം. ഈ കല്ലെടുത്ത് മാറ്റണം. ആർക്ക് കടന്നു വരണമെങ്കിൽ യേശുവിന് ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ കല്ലെടുത്ത് മാറ്റണം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയാണ് ഒരു ശുശ്രൂഷ മധ്യേ കാണാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ പങ്കാളി അദ്ദേഹം ഒരു കള്ളക്കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുക. വളരെ ശക്തമായ കേസാണ്. ഈ കേസിൽ 1 മാസത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. അവസാനം സുപ്രീം കോടതിയിൽ നിന്നാണ് വലിയ ഒരു എമൗണ്ട് കെട്ടിവെച്ച് വലിയ ശക്തമായ വ്യക്തികളുടെ ജാമ്യത്തിലാണ് ഈ വ്യക്തിക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിയറിംഗ് ഒരു തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ കുടുംബത്തെ കാണുന്നത്. പ്രിയമുള്ളവർ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുകയാണ്. കാരണം നമുക്കും അറിയാം, അവിടെ പത്രമാധ്യമങ്ങളിലും മീഡിയയിലൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടെ വന്നൊരു കേസാണിത്. എല്ലാവർക്കും അറിയാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. പക്ഷേ വളരെ ശക്തമായ രീതിയിലൊരു കേസാണ്. മാനുഷികമായിട്ട് രക്ഷപ്പെടുവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വഴുതുകളുമില്ല, ഒരു വഴികളുമില്ല. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന 2 തടസ്സങ്ങളെക്കുറിച്ച് ബോധ്യം നൽകി. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവിനോട് ഹൃദയത്തിൽ വെറുപ്പ്. ഈ കേസിന് വേണ്ടി നല്ലൊരു തുക മുടക്കിയ ആളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനോടും അദ്ദേഹം ഒത്തിരി സഹായിച്ചതാണ്. അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് വലിയൊരു എമൗണ്ട് കോടതിയിൽ കെട്ടിവെച്ച് സ്വാധീനമുള്ള വ്യക്തികളുടെ സപ്പോർട്ടുകളാണ് ഇദ്ദേഹം ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നത്. തിങ്കളാഴ്ച കേസ് ഹിയറിംഗ് ആരംഭിക്കുകയാണ്. 2 ദിവസം അവസാനിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. നീ നിന്റെ പിതാവിനോടും ഭാര്യാപിതാവിനോടും ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ രാത്രിയിൽ നീ അവരെ ഫോണിൽ വിളിച്ച് നിരവാധികം നിന്റെ മാതാക്കളുടെ മുമ്പിൽ എളിമപ്പെട്ട് ക്ഷമ ചോദിച്ചാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും. പലതിരുന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ മകൻ സമ്മതിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ രാത്രിയിൽ സ്വന്തം പിതാവിനോടും അതുപോലെ ഭാര്യാപിതാവിനോടും വിളിച്ച് ക്ഷമ ചോദിച്ച് അദ്ദേഹം രമ്യത പ്രാപിച്ചു. തിങ്കളാഴ്ച കോടതിയിൽ കേസ് ഹിയറിംഗ് ആരംഭിച്ചു. വ്യാഴാഴ്ച ജഡ്ജി പറഞ്ഞ് വിധി പറയാൻ പോവുകയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളായി ഒരു ഗ്രൂപ്പുണ്ട്. 10 പേരുടെ ഒരു ജഡ്ജിങ് കമ്മിറ്റിയാണ് ഈ കേസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വ്യാഴാഴ്ച ജഡ്ജി പറഞ്ഞു, ഈ മനുഷ്യൻ നിരപരാധിയാണ്, ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച അദ്ദേഹത്തെ കേസിൽ നിന്ന് വിമോചിതനാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നിരപരാധിയായി വിട്ടുകൊണ്ട് ജഡ്ജി ഒരു ഉത്തരവ് പുറത്തിറക്കി. വലതെടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇനിയും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്യുവാനുള്ള വഴി ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട്. ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. മുമ്പ് മുഴുവൻ കൂരിരുട്ട, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. വഴി അടയ്ക്കപ്പെട്ട ഒരവസ്ഥയിലാണോ? യേശു നിനക്ക് വഴി തുറന്നു തരും. അത് തിന്മയുരത്തെ കോട്ടകളായിക്കൊള്ളട്ടെ, മനുഷ്യനിർമ്മിതമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിന്
നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുവാൻ പറ്റാത്ത വിധത്തിൽ യാതൊരു തടസ്സമില്ല. വിശ്വസിച്ച് ബോധ്യപ്പെട്ട് വലത് കരുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും ഞങ്ങളുടെ ശാലോമിന്റെ ശുശ്രൂഷയിടയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹം പങ്കുവച്ച ഒരു അനുഭവം ഇതാണ്. അദ്ദേഹം ഒരു അന്ധകാര ശക്തികളുമായിട്ടുള്ള കരാറിൽ തൻ്റെ കുടുംബവും ജീവിതവും സമർപ്പിച്ച വ്യക്തി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കുറേ പൂജകളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ധ്യാനത്തിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ദൈവതാൻ രക്ഷപ്പെടുന്ന അവസ്ഥയില്ല ബ്രദറെ, എല്ലാം തകർന്നിരിക്കുക. ഇത് കൊണ്ടുവച്ചത് പ്രശ്നങ്ങൾ പിന്നെയും മൂർച്ഛിച്ചു. യോഹന്നാൻ 10:10 കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ് അവൻ വന്നത്. പ്രിയമുള്ളവരെ, അവൻ ആരെയും നന്നാക്കാൻ വന്നവനല്ല. അവൻ ആരെയും നന്നാക്കാൻ വന്നവനല്ല പിശാച്. അവൻ കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും, നിന്റെ വിലയുള്ളത് മോഷ്ടിക്കുവാൻ, നിന്റെ ജീവൻ നശിപ്പിക്കുവാൻ വന്നവനാണവൻ. പ്രിയമുള്ളവരെ, ആ വ്യക്തി പറഞ്ഞു, അതുകൊണ്ട് പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു, ദൈവിക വിളികളിലേക്ക് മടങ്ങി വന്നു. പിന്നെ ചോദിച്ചു, ഇപ്പൊ എന്താ പ്രശ്നം? അത്ര വേറൊരു കുഴപ്പമില്ല. എവിടെ ദിവ്യകാരനെ എഴുന്നള്ളിച്ചു വെച്ച് ആരാധിക്കുന്നുവോ ആ ഈശോയെ കാണുമ്പോൾ അതിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് ആഭാസ നൃത്തം തുടങ്ങും, വൃത്തികേടുകൾ വിളിച്ചു പറയും, ദൈവനാമത്തെ ദുഷിക്കും. പ്രിയമുള്ളവരെ, ഒരു പൈശാചിക പീഡ ആ മകനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചിലയിടങ്ങളിൽ പോയി, എന്നിൽ നിന്ന് അത് മാറുന്നില്ല. ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ചെന്നു. അപ്പോൾ അങ്ങനെ ദിവ്യകാരണത്തിന് മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥനാ വേളകളിൽ ഈ അവസ്ഥ ഇതിങ്ങനെ ആരംഭിക്കുവാൻ തുടങ്ങി, വൃത്തികേടുകൾ കാണിക്കുവാൻ തുടങ്ങി, ആഭാസ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ തൻ്റെ ബെനഡിക്റ്റൻ കുരിശ് ചേർത്ത് വെച്ച് തറയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വേദന എടുത്തിട്ടെങ്കിലും ഇതൊന്ന് നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത് തുടർന്നു കൊണ്ടിരുന്നു. അദ്ദേഹം ഈ കൈവിരലിൻ്റെ ഈ 3 മുട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇത് കണ്ടോ, ഇത് പഴുത്ത് വ്രണമായിരിക്കുന്നു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ദൈവം പോലും എന്നെ കൈവിട്ടിരിക്കുന്നു. ഇന്നൊരു പക്ഷേ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അനേക ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവാം, എൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടോ. എൻ്റെ ഈ പ്രതിസന്ധിയിൽ ഞാൻ ആരെ ആശ്രയിക്കും? എനിക്ക് ഇനി ആശ്രയിക്കാൻ ഒരു ദൈവം പോലുമില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, നാളെ നിങ്ങൾ അടുത്ത ദേവാലയത്തിൽ ശാലോമിൻ്റെ ശാന്തിവാനി ശുശ്രൂഷ നടക്കുക, നിങ്ങൾ അവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുക, അതിനുശേഷം പ്രാർത്ഥിക്കാം. അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞു വിടുക. ഇദ്ദേഹം ഒരു 2 ചുവട് മുമ്പോട്ട് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശം നൽകി, നീ ആ വ്യക്തിയെ തിരിച്ചു വിളിക്കുക. ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, സഹോദര, നിങ്ങളിലുള്ള പിശാച് എത്രയോ വലിയവനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങളിലുള്ള പിശാചിനേക്കാൾ യേശു ക്രിസ്തു വലിയവനാണ്, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഇതാണ് കർത്താവിനോട് ഈ മകനോട് പറയാൻ പറഞ്ഞ കാര്യം. ആ വ്യക്തി വിളിച്ചിട്ട് നീ അവനോട് പറയുക, നിന്നിലുള്ള പിശാചിനേക്കാൾ യേശു വലിയവനാണ്, ഞാൻ വലിയവനാണ്, കർത്താവ് യേശു വലിയവനാണ് എന്ന ഒരു സത്യം ആ രാത്രിയിൽ ഈ മകന്റെ ഹൃദയത്തിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ബോധ്യതലങ്ങളിൽ ഇതൊന്നും ഇട്ടുകൊടുക്കുക. എൻ്റെ പ്രിയരെ, ആ മാർ കടന്നുപോയി. ഒരു ദിവസം ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടീമംഗളാട് ഇദ്ദേഹത്തെ വിളിച്ച് ദേവാലയത്തിൻ്റെ പുറകിൽ കൊണ്ടുപോയി നിർത്തി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം പറഞ്ഞ് അവൻ്റെ വചനം പറഞ്ഞ് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഇന്ന് ആരാധനയിൽ താങ്കൾ പങ്കെടുക്കണം, ആരാധന കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരണം. പ്രിയമുള്ളവരെ, ആരാധന കഴിഞ്ഞ ചെറുപ്പക്കാരൻ ഓടി വന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, അനേക വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇന്ന് ദിവ്യകാരുണ്യത്തിൽ യേശു ക്രിസ്തുവിന്റെ മുഖം ഞാൻ കണ്ടു, വലതെഴുത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് നമുക്ക്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തു നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. ദൈവം ഒന്ന് മാത്രം പറയുന്നു, പ്രിയ സഹോദര സഹോദരി,
ഹൃദയത്തിൽ വെറുപ്പോടുകൂടിയാണോ നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ പാപത്തിൻ്റെ അശുദ്ധി നിന്നോട് പറ്റിച്ചേർന്ന് ഒരു കണ്ണി പോലെ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ വേരോടെ പിഴുതുറയുവാൻ ഈ രാത്രിയിൽ ദൈവാത്മാവ് നിന്നെ ക്ഷണിക്കുമ്പോൾ ഒന്ന് ചേർന്ന് നിന്ന് കൊടുത്താൽ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഒരുപക്ഷെ അനേക വർഷമായി നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന വ്യക്തികളാകാം. നിങ്ങളുടെ മാതാപിതാക്കളോട്, പങ്കാളിയോട്, സഹോദരങ്ങളോട്, പ്രിയപ്പെട്ടവരോട്, ഇടവക വൈദികനോട്, സിസ്റ്റേഴ്സിനോട്, അയൽവക്കക്കാരോട് നീ ഒരു അതിർത്തിക്കല്ല് ഇട്ട് അവരുടെ ബന്ധം അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണോ? ഒരു കോട്ടമതിൽ നീ പണിതുയർത്തിയിരിക്കുകയാണോ? ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പൊന്നോമനകളെ ക്ഷണിക്കുകയാണ്. നീ ഉയർത്തിയ കോട്ടകളുണ്ടല്ലോ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, സ്വാർത്ഥതയുടെയും കോട്ടമതിലുകളെ നീ ഇടിച്ച് നിരപ്പാക്കിയാൽ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ രാവിൽ നിന്റെ ജീവിതത്തെ നിശ്ചയമായും അനുഗ്രഹിക്കും. വലതെഴുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. പ്രിയമുള്ളവരെ, യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവൻ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് ഏത് മീഡിയയിലൂടെയാണ് ഈ ശുശ്രൂഷ ചെയ്ത് സംബന്ധിച്ചുകൊണ്ടിട്ട്? ഷാലോം ടെലിവിഷന്റെ മുമ്പിലാണോ? യൂട്യൂബിൽ നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണോ? അത് ഫേസ്ബുക്കിലൂടെ ഇരുന്നാണ് നീ ശുശ്രൂഷ കൂടുന്നത്? നീ ഇരിക്കുന്നിടത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വലയം ചെയ്യും. നീ ഇരിക്കുന്നിടത്ത് വെച്ച് യേശു നിന്റെ ജീവിതത്തിൽ ഇടപെടും. ആ ഒരു വിശ്വാസവും ആ ഒരു ബോധ്യവും നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. യേശു നിനക്ക് സമീപസ്ഥനാണ്. പ്രിയമുള്ളവരെ, നിയമാവർത്തനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നാം കാണുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാ ഉള്ളത്? ദൈവം നിന്നോട് ചോദിക്കുക, നീ ദൈവത്തിന്റെ മനോമന മുത്തല്ലേ? ആ ദൈവം നിന്നോട് ചോദിക്കുക, നീ വിളിച്ചപേക്ഷിക്കുമ്പോ, എന്റെ പ്രിയ പൈതലേ, നീ വിളിച്ചപേക്ഷിക്കുമ്പോ നിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വരും. കാരണം നീ എന്റെ പ്രിയപ്പെട്ടവനാ, നീ എന്റെ പ്രിയപ്പെട്ടവളാ, നീ എന്റെ ശ്രേഷ്ഠ ജനമാ. പ്രിയമുള്ളവരെ, ആ കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കുക. ആ കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കുക. ഹോസിയ 11:1, ഇസ്രായേൽ ശിശുവായിരുന്നപ്പോ ഞാൻ അവനെ സ്നേഹിച്ചു, അവൻ എന്റെ അടുക്കലേക്ക് വിളിക്കും തോറും അവൻ എന്നിൽ നിന്ന് ഓടി 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 അകന്നുകൊണ്ടിരിക്കുക. ഇത് ദൈവത്തിന്റെ നൊമ്പരമാ, വേദനയാ. നീ മടങ്ങി വരേണ്ട സമയമാ. പരമപരിശുദ്ധന്റെ അടുത്തേക്കൊന്ന് ചേർന്ന് നിൽക്കുക. ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാമോ? യേശുവിനെ ഒന്ന് കാണാമോ? ജീവിതമൊന്ന് സമർപ്പിച്ച് ആരോടെങ്കിലും ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷമുണ്ടോ? നിന്നെ ഓർത്ത് നിന്റെ പങ്കാളി കരയുന്നുണ്ടോ? നിന്റെ കുടുംബത്തിന്റെ അകത്തളം പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണോ? ഒന്ന് സമർപ്പിച്ച് ഒന്നെളിമപ്പെട്ട ഒരു വാക്ക് ശാന്തത പാലിച്ചിരുന്നെങ്കിൽ എന്റെ ദൈവമേ, എന്റെ കുടുംബം ഇന്നിങ്ങനെ ആവുമായിരുന്നില്ലല്ലോ. നീ വിഷമിക്കണ്ട, യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നീ നിന്റെ തോണിയിൽ ഏകനായി നൊമ്പരത്തോടെ ഇരിക്കുന്ന വ്യക്തിയാണോ? നിന്റെ വലയൊക്കെ പിഞ്ചി കീറിപ്പോയിട്ടുണ്ടോ? നിന്റെ തോണി നാടിയിൽ നിന്ന് ബലം നഷ്ടപ്പെട്ട അവസ്ഥയാണോ? യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. 2 കരങ്ങളും ഒന്ന് ഉയർത്തുക പ്രിയരേ. അവന്റെ സന്നിധിയിലേക്ക് 2 കരം ഒന്ന് ഉയർത്തിക്ക. അതര തുറന്ന്, ഹൃദയം തുറന്ന്, ശംഖുപൊട്ടി നൊമ്പരത്തോടെ വാനത്തോടെ വിളിച്ച്, ഈ രാത്രിയിൽ അങ്ങല്ലാതെ എന്നെ സഹായിക്കാൻ അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവനൊന്ന് കണ്ടേ, അവൻ മയങ്ങുകില്ല, ഒരു ദൈവം ഉറങ്ങുകില്ല, ഉറങ്ങാതെ ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. കരങ്ങളൊന്ന് താളത്തിലടിച്ച് ശക്തമായിട്ടൊന്ന് അടിക്കാമോ? അടുത്ത് നിൽക്കുന്നവരെയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച്, തൊട്ടടുത്ത് നിൽക്കുന്നവരെ ആരാന്നൊക്കെ നോക്കി ഇവരെയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അതേ റിലാക്സ് ആയിട്ടൊന്ന് ആരാധിക്കുക. കാരണം യേശു ഉള്ളവരാണ് പ്രിയരെ നമ്മൾ.
വിളിച്ചപ്പോ അവൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്റെ ഉള്ളിൽ എന്റെ യേശുവുണ്ട്. അതിനാൽ ആ ആനന്ദത്തിൽ നിന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിടാമോ? ഇടതുവശത്തേക്ക് വലതുവശത്തേക്ക് കാലുകളൊക്കെ ഒന്ന് വെച്ച് കരങ്ങൾ ഇരുവശങ്ങളിലേക്ക് അടിച്ച് എല്ലാവരും സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. ഉണർവോടെ. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, കാരണം യാഹന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. പരസ്പരം നോക്കി പാടാമോ? സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ശക്തമായിരുന്ന കരങ്ങളടിച്ച് കരങ്ങളൊന്ന് ശക്തം എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാം. ആമേൻ. കാരണം യേശു നമ്മുടെ കൂടെയുണ്ട്. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളെ കരങ്ങളടിച്ച് കാലുകൾ മാറ്റി ചവിട്ടി അണിയുണർവോടെ ആരാധിക്കുകയാണ്. യേശുവിന്റെ കൂടെയുണ്ട്. ആമേൻ. രോഗിയായി ഞാൻ തളർന്നാലും, ആമേൻ. ദേഹമെല്ലാം ക്ഷയിച്ചാലും, യേശുവേ, രോഗിയായി ഞാൻ തളർന്നാലും, ദേഹമല്ല ദേഹമെല്ലാം ക്ഷയിച്ചാലും, പാടികളാൽ മുറിവേറ്റ പാടികളാൽ സുഖമേകും. ആണികളാൽ ആണികളാൽ മുറിവേറ്റ അവന്റെ കരം. ആണികളാൽ സുഖമേകും. കരങ്ങളൊന്ന് അവൻ ഉയർത്തിയടിച്ച് മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ അവൻ മയങ്ങുകില്ല, അവൻ ഉറങ്ങിയില്ല. ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടില്ല, യാഹന്ന ദൈവം കൂടെയുണ്ട്. ആമേൻ, ആമേൻ. സിയോൻ സഞ്ചാരി ഭയപ്പെടില്ല, യാഹന്ന ദൈവം കൂടെയുണ്ട്. ഒന്ന് പരസ്പര കരങ്ങളൊന്ന് കോർത്തു പിടിക്കാമോ? കരങ്ങളൊന്ന് കോർത്തു പിടിച്ച് ഈ കരമൊന്ന് ഉയർത്തുക. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ കരമുയർത്തിയ വ്യക്തിക്ക് വേണ്ടി ഈ സമയങ്ങൾ അതരം തുറന്ന് ആരാധിക്കുക. ആ വ്യക്തി ഒരുപക്ഷെ രോഗിയായിരിക്കാം, ഭാരത്തിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയുടെ കുടുംബം ഒരു തകർച്ചയിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. യേശു നിന്റെ കരങ്ങളിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതരം തുറന്ന് യേശുവേ, ഈശോയേ, അതരം തുറക്കട്ടെ. ശബ്ദമുയർത്തി വിളിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ യേശുവേ, യേശുവേ. ഹല, 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 ഹല. രി, 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 രി. ഹല, 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 ഹല. വീണ്ടും കരങ്ങളടിച്ച് പാടാം. വലിയ ഉണർവോടെ, വലിയ സന്തോഷത്തോടെ, യേശു കൂടെയുണ്ടെന്ന ബോധ്യത്താൽ. പുറപ്പാട് 33:14 അവൻ മോശയോട് അരുളിച്ചതില്ലേ, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം അരുളുകയും ചെയ്യും. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രിയരെ. അവനെ കണ്ടുകൊണ്ട് ആമേൻ, ആമേൻ. ഗ്ലോറി, ഗ്ലോറി. വാക്കു തന്നു മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. യേശുവേ, വാക്കുതന്നു മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. കൂരിരുളിൻ താഴ്വരയിൽ കൂടെയുണ്ടെന്നും നല്ലിടയൻ. യേശുവേ, കൂരിരുളിൻ താഴ്വരയിൽ കൂടെയുണ്ടെന്ന നല്ലിടയൻ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. ശക്തമായി കരങ്ങളടിച്ച് അവൻ മയങ്ങുകില്ല, ആരെ ശ്രദ്ധിക്കുന്നില്ല. ഉറങ്ങുകില്ല, എല്ലാവരും ശക്തമായി കരങ്ങളടിച്ച് യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് കൂടെയുള്ള യേശുവിനെ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം വലിയ വിശ്വാസത്തോടെ അവൻ മയങ്ങുകില്ല, ഉറങ്ങുകയില്ല. ഉറങ്ങുകില്ല, ഇസ്രായേലിന്റെ ഇസ്രായേലിൻ ദൈവം കൈവിടില്ല.
അവൻ മയങ്ങുകില്ല, ആമേൻ, ആമേൻ. ഉറങ്ങുകില്ല. Glory, glory, glory. ദൈവം കൈവിടില്ല. കരങ്ങൾ ഉയർത്തിയെടുത്ത് അവൻ മയങ്ങുകയില്ല. യേശുവിനെ ആരാധിക്കുക. കരമുയർത്തി, കരമുയർത്തി, ആദരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. യേശു നിന്റെ ജീവിതത്തോടിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. യേശു നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. രോഗപീഠകളിലേക്ക്, നിരാശയിലേക്ക്, അന്ധകാര ലോകമുയർത്തുന്ന പാപ വെല്ലുവിളിയിലേക്ക്, പൈശാചിക ശക്തിയിലേക്ക് ഈ രാത്രിയിൽ യേശു കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, യേശുവേ, യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി, അത്ഭുത ശക്തി ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ ജീവിത മേഖലകളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല 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 ഹല. യേശുവേ, അവൻ മയങ്ങുകില്ല, കണ്ണുകൾ അടച്ച് ഉറങ്ങുകില്ല. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. നമ്മുടെ ഉറപ്പിതാണ്. അവൻ മയങ്ങുകില്ല, അവൻ ഉറങ്ങുകില്ല. നിനക്ക് വേണ്ടി കൂട്ടിരിക്കുന്നു. ഇസ്രായേലിൻ ദൈവം ഓ, glory, അപ്പാ. കൈവിടില്ല. നന്ദി.